ഈ കേന്ദ്ര ഗവൺമെന്റ്, മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി പരീക്ഷാ ചോദ്യപേപ്പറുകൾ, ഉത്തരക്കടലാസുകൾ എല്ലാം അട്ടിമറിക്കപ്പെടുന്നു. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം? അപ്പൊ നെറ്റ്, നീറ്റ്, CUET, CBSE ഏത് പരീക്ഷ ഇവര് നടത്തിയോ എല്ലാം കൊളാവുകയാണ്. ഇവർ കൊളവാക്കാൻ വേണ്ടി പരീക്ഷ നടത്താണ്. എന്നിട്ട് ഈ നീറ്റിന്റെ പ്രശ്നത്തിൽ പിടിക്കപ്പെട്ട ഒരു ദിനേശ്, അങ്ങേര് യുവമോർച്ചയുടെ നേതാവാണ്. അപ്പം വേലി തന്നെയാണ് വിള നിന്നുന്നത്. ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. ശിവരഞ്ജിത്തും പ്രണവും നിസാമും SFIയുടെ യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ ഭാരവാഹികള് അവര് കാണിച്ച PSC പരീക്ഷ നമുക്ക് പറയാം. നിങ്ങൾ ഇങ്ങനെ പാനിക് ആവല്ലേ? എന്ത് നടപടിയാണ് ഇങ്ങനെ പാനിക് ആവല്ലേ? കാര്യം അദ്ദേഹം RSSന്റെ പഴയ വലിയ പ്രചാരകനാണ്. അദ്ദേഹത്തിന്റെ പണി തന്നെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുക, തെറ്റായ ചരിത്രം പഠിപ്പിക്കുക. ഏത് ഈ പ്ലാസ്റ്റിക് സർജറി നടത്തിയത് ഗണപതിയുടെ തലയിലാണ്. ഗാന്ധാരി പെറ്റിട്ട മാംസപിണ്ഡത്തെ ഭരണികളിലാക്കി വെച്ച ആ ഭരണികളിൽ നിന്ന് കൗരവരുണ്ടായതാണ് ടെസ്റ്റ് ട്യൂബ് ശിശു. ആദ്യത്തെ വിമാനം പുഷ്പക വിമാനമാണ് എന്നെല്ലാമുള്ള സിലബസ് ഇന്ത്യ രാജ്യത്ത് പഠിപ്പിക്കാൻ വേണ്ടി RSSന്റെ ശാഖയിൽ നിന്ന് ചുമതലയെടുത്ത് വന്നയാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അദ്ദേഹം ഇവിടെ ഒരുപാട് പറഞ്ഞു. ഗാന്ധാരിയുടെ മാംസപിണ്ഡം കാര്യം പറഞ്ഞു. പിന്നെ ഇത് സിലബസിലുണ്ട് എന്ന് പറഞ്ഞു. ഏത് സിലബസിൽ എന്നുള്ളത് പുഷ്പക വിമാനം, ടെസ്റ്റ് ട്യൂബ് ശിശു, പ്ലാസ്റ്റിക് സർജറി ഇതേപോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഇവർ സിലബസ് ഒരുക്കുന്നുണ്ട്. കഴിഞ്ഞു. ഇത് ഒരുക്കാൻ വേണ്ടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ നിങ്ങൾ അവിടെ വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഞങ്ങൾ രാജിവെപ്പിച്ചേക്കുന്നത്. ഈ രാജ്യത്ത് പരീക്ഷ നടത്താൻ വേണ്ടി വ്യോമസേന വിമാനത്തിൽ ചോദ്യപേപ്പർ കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ്. ഈ രാജ്യത്ത് പരീക്ഷ നടത്താൻ വ്യോമസേനയുടെ വിമാനത്തിൽ ചോദ്യപേപ്പർ കൊണ്ടുപോകേണ്ടതാ ഇല്ലേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്നിട്ട് 2 ആഴ്ച മുമ്പ് ഇവിടെ നടന്നത് എന്താ? രാവിലത്തെ ചോദ്യപേപ്പർ ഉച്ചയ്ക്ക് വെക്കേണ്ടത് മാറിപ്പോയി. ഇതാണോ ഇന്ത്യ നടന്നത്? ടെലഗ്രാം നിരോധിക്കേണ്ടി വന്നില്ലേ? ലോകത്ത് മുഴുവൻ നാണം കെടുത്തി ഇന്ത്യ. ടെലഗ്രാം നിരോധിച്ചു. വലിയ നിയമം ഉണ്ടാക്കിയതാണ്. എന്താ പറയണത്? നിങ്ങൾ ഈ പറയുന്ന നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോ അപ്പൊ നിങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് നടന്നിട്ടുള്ള പേപ്പർ ലീക്കിനെ കുറിച്ച് എന്താ നിങ്ങൾ സംസാരിക്കാത്തത്? ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ് രാജു, ഒരു മിനിറ്റ്. CJP ചെയ്തത് നല്ല കാര്യമാണെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ അവർക്ക് ഐക്യദാർഢ്യം കൊടുക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനകത്ത് കയറിയിട്ട് അതിന്റെ ഒരു വില കളയുന്ന രീതിയിൽ രാഷ്ട്രീയ കക്ഷികൾ രാഷ്ട്രീയം കളിക്കുന്നതിലാണ് എനിക്ക് എതിർപ്പ് പറഞ്ഞത്. രാജു, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇവിടെ അദ്ദേഹം വലിയ നാണക്കേട് പറഞ്ഞു. അതായത് വ്യോമസേനാ വിമാനങ്ങളിൽ ചോദ്യപേപ്പർ കൊണ്ടുപോയി എന്ന്. രാജ്യത്ത് അടിയന്തര സാഹചര്യങ്ങൾ ഉപയോഗിക്കാനാണ് വ്യോമസേനയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. നാണക്കേടല്ല, അങ്ങനെ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അല്ല, ഇവരുടെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വിമാനവാഹിനി കപ്പലിൽ ഹോളിഡേ ആഘോഷിച്ചിട്ടുണ്ട്. എന്തോ ഞാൻ അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ? ധർമ്മേന്ദ്ര പ്രധാൻ വളരെ സമാധാനമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയായിട്ട് രാജിവെച്ചു വന്ന്. അതിനിടയ്ക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും ഞങ്ങളുടെ പിള്ളേർക്ക് കൊടുത്തത്. അവരെന്തുമാത്രം ഉപദ്രവിച്ചു. തലസ്ഥാനത്ത് ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്ന സമയത്ത് ബാരിക്കേഡിന്റെ അപ്പുറത്ത് നിൽക്കുന്ന പോലീസുകാരെ കല്ലെടുത്തെറിയ, അവരുടെ മേലെ പെപ്പർ സ്പ്രേ ഉപയോഗിക്കാം. സംസ്ഥാനത്താണെങ്കിൽ ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യാനാണ് സുഹൃത്തെ പോലീസ്. ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ രാജ്യദ്രോഹികൾ എന്തിനു ഇവര് വിളിച്ചു? ഞങ്ങൾ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നവർ. എനിക്ക് ആകെ കിട്ടിക്കൊടുത്ത വിദ്യാർത്ഥികൾ അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തു. അതിന്റെ ഇടയിൽ അതിന്റെ ചില രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഇടയിൽ ചേരും. 118 പോലീസുകാർ ആശുപത്രി കിടക്കുന്നുണ്ട്. എത്ര ദേശീയ ചാനലുകാരെ നിശബ്ദരാക്കി, എത്ര ദേശീയ ചാനലുകാരെ. എന്ത് മീഡിയ ആയിക്കോട്ടെ നിശബ്ദരാക്കി, കൂകി നിശബ്ദരാക്കി, ശക്തി കൊണ്ട് നിശബ്ദരാക്കി. ഈ CJP-ക്കാരും അവിടുത്തെ അക്രമകാരികളും. ഒന്നുകുട്ടി
23 ജോലിക്കാരെ ദുബായിൽ നിന്ന് ഒരു മുതലാളി ശമ്പളവും കൊടുത്ത് വിട്ടേക്കണു. മാതൃഭൂമി പത്രത്തിൽ കൊടുത്തേക്കുന്നതാണ്. ആ കമ്പനിയുടെ പേരെന്താന്ന് അറിയുമോ? അബ്രിക്കോ ഫ്രൈറ്റ് കമ്പനി. 23 ശമ്പളം സമരം ചെയ്യാൻ വിട്ടേക്കണു. 23 ഫുൾ ശമ്പളം കൊടുത്ത്. ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കണക്ക് വരും. ഇതാണ് മാതൃഭൂമിയിലെ വാർത്തയാണ്. മാതൃഭൂമിയിലെ വാർത്തയിൽ വായിച്ചു നോക്ക്. ഇത്തരത്തിലുള്ള ആളുകളെ വിടുകയാണ് ശമ്പളം കൊടുത്തുകൊണ്ട്. ഞാനല്ലാണ്ട് സോഴ്സ് ഇല്ലാത്തല്ല പറയണത്. ശമ്പളം വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒന്നായിരിക്കും. വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒന്നായിരിക്കും. മാതൃഭൂമി വായിച്ചു നോക്കൂ. മാതൃഭൂമി ഈ മീശി വെച്ചിന് കരയിലട കഴുതേ വെള്ളം വീണ് വീണ് ഇനി അത് വളരും. ഈ വാർത്ത ശരിയാണെങ്കിൽ മാപ്പ് പറഞ്ഞ് BJP ചേരണ്ട. താൻ CJP അല്ലല്ലോ. SFI നിന്ന് മാപ്പ് വരാം. ഈ വാർത്ത ശരിയാണ് മാതൃഭൂമിയിലാണെങ്കിൽ. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ താങ്കൾ ഇവിടെ കൊണ്ടുപോയി. അതിന് ഞാനല്ല മാതൃഭൂമി പത്രം തന്നെ. എന്ന് പറയുന്നത് എനിക്കതല്ല തലക്കോളം കയറി മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. കേന്ദ്ര ഗവൺമെന്റ് സംവിധാനങ്ങൾ തന്നെ പറഞ്ഞതിന് ശേഷം 10ഉം 12 എല്ലാ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. അതിനുശേഷം അവരുടെ പ്രൊട്ടസ്റ്റും കഴിഞ്ഞ് 10 ദിവസത്തിന് ശേഷമാണ് ഇവർ ചെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇത്ര തെരുവി കിടന്നതിന്റെ കണക്ക് പറയുന്നുള്ളൂ. ഈ 10 വർഷത്തിനടുത്തായി PSC ആസ്പിറൻസ് പല പല വിഷയങ്ങൾ ഉന്നയിച്ച സെക്രട്ടറിയുടെ മുന്നിൽ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് അന്നൊക്കെയും BJP യുവമോർച്ചയുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളിൽ ഒരാൾ അവരെ ചെന്ന് കാണുക. തീർച്ചയായും ഞങ്ങൾ സംശയം പരീക്ഷ നിങ്ങൾക്ക് ആ ഉള്ളിൽ പെട്ടെന്ന് Oh,